എന്തായാലും ഈ വിഭവം എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, കിട്ടിയിട്ടില്ല എങ്കിൽ സാധാ കല്ലുമ്മക്കായോ കക്കയോ കൊണ്ട് സെയിം പ്രിപ്പറേഷൻ ചെയ്ത് നോക്കാം. ഹലോ, ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ പലരും ഈ സാധനം കണ്ടിട്ടുണ്ടാവാൻ പോലും ചാൻസ് ഇല്ല. അപ്പോൾ സാധനം ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ഇരിപ്പുണ്ട് കണ്ടോ. ഇതാണ് ഐറ്റം. ഇതുകൊണ്ട് ജീവനോടെയൊക്കെ കിട്ടിയിരിക്കണം. എൻ്റെ നാവൊക്കെ പുറത്തേക്ക് തള്ളിയിരിപ്പുണ്ട്. നമ്മളെടുക്കുമ്പോൾ നാവ് ഉള്ളിലേക്ക് വലിക്കും. ഇത് നാവല്ല, എൻ്റെ ബോഡി കണ്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഞാനും അധികം ഈ സാധനം കണ്ടിട്ടില്ല. ഒരു ദിവസം കണ്ടിട്ടുണ്ട്, ഇന്ന് അതിനെ നേരിൽ അടുത്ത് കിട്ടിയിട്ടോ. നല്ല വെയിറ്റുള്ള സാധനമാണ്. ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് 323 ഗ്രാം, ഇത്രയുണ്ട് വെയിറ്റ്. ഇത് ശരിക്കും നമ്മുടെ കക്കയുടെ വെറൈറ്റിയിലുള്ളൊരു സാധനമാണ്. കക്ക അറിയാമല്ലോ, ചെറിയ കക്ക. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് കണ്ടൽക്കാടില്ലേ, മാൻഗ്രൂവ്സിൻ്റെ ഒക്കെ ഭാഗത്ത് ഒരുപാട് കാണപ്പെടുന്നത് മാൻഗ്രൂവ് ക്ലാം എന്ന പേരിൽ, മാൻഗ്രൂവ് കക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ എനിക്കിത് കിട്ടിയത് കണ്ടൽക്കാട് എന്നല്ല, മറ്റൊരു സ്ഥലത്തു നിന്നാണ്. ആ സ്ഥലം എവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ വിശേഷങ്ങളോട് ഞാൻ പറഞ്ഞുതരാം, കണ്ടിട്ട് തിരിച്ചു തരാം. ഓക്കെ. ഇത് ഞാനിന്ന് വർക്കല ഭാഗത്ത് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയത് അതിമനോഹരമായ തീരദേശ പാതയിലൂടെയാണ്. അപ്പോൾ പെരുമാതുറ മുതലപ്പൊഴി ഹാർബറിന് സമീപത്തായി റോഡ് സൈഡിലാണ് ഇവനെ കണ്ടത്. എന്താണെന്ന് അറിയാനാണ് അടുത്തേക്ക് ചെന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കക്കയുടെ ഷേപ്പും അസാധാരണമായ വലുപ്പവും കണ്ടപ്പോൾ എന്തായാലും ഇതും കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. സാധാരണയായി കണ്ടൽക്കാടുകളുടെ സമീപത്തായി കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ മാൻഗ്രൂവ് ക്ലാം എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർക്കിത് കിട്ടുന്നത് കടലും കായലും ചേരുന്ന ഭാഗത്തെ പാറകളിൽ നിന്നാണത്രേ. ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ് ഇത് സുലഭമായി കിട്ടുന്നത് എന്നാണ് ഇവർ പറയുന്നത്. വളരെയധികം പോഷക സമ്പുഷ്ടമായ ഈ കക്ക വിറ്റാമിൻ B12, പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിവയുടെ നല്ലൊരു കലവറയാണ്. കൂടാതെ മറ്റു B വിറ്റാമിനുകളും വിറ്റാമിൻ സിയും അടങ്ങിയിരിക്കുന്നു. പിന്നെ അയൺ, സെലീനിയം, മാംഗനീസ്, ഫോസ്ഫറസ്, കോപ്പർ, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം എന്നിവയുടെയും നല്ലൊരു ഉറവിടമാണ് കക്ക വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ജീവികളും. ഈ ഭാഗത്തേക്ക് എത്തണമെന്നുള്ളവർക്ക് ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും അത് കണ്ടു നോക്കുക. സ്ഥലത്തെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതും കൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലൻ റോസ്റ്റാണ്. അപ്പോൾ ഈ സാധനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട. കാരണം ഇതേ റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് കല്ലുമ്മക്കായ ചെയ്യാം. കല്ലുമ്മക്കായ ചെയ്യുന്ന അതേ റെസിപ്പി, അല്ലെങ്കിൽ നമ്മൾ കടൽ ചിപ്പി എന്നൊക്കെ പറയില്ലേ, അത് ചെയ്യുന്ന അതേ റെസിപ്പിയിലാണ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിൽ കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇത് വാങ്ങിയത്. ഇത് വെള്ളത്തിൽ എല്ലാം ജീവനുള്ളതാണ്, വെള്ളത്തിലിട്ടാൽ കിടന്നോളൂ എന്നൊക്കെ ഒരു പറഞ്ഞു. പക്ഷേ എനിക്കൊരു ധൈര്യക്കുറവ്. കാരണം വെള്ളത്തിലിട്ടാൽ അത് ചീഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ മാംസം പുറത്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷെല്ലിൽ, ഇതിൻ്റെ പുറന്തോട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം നോക്കി, ഇത് ഈ കായലിലൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പുറത്ത് അഴുക്ക് കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് മൊത്തം ഒന്ന് ബ്രഷ് കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകാം കേട്ടോ. വീഡിയോയുടെ നീളം ഒരുപാട് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കക്ക വൃത്തിയാക്കുന്ന രീതിയും അതിൽ നിന്ന് മാംസം പുറത്തേക്ക് എടുക്കുന്ന രീതിയും എല്ലാം വിശദമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കൊണ്ട് ഞാനും ഒരു സാധനം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അധികം വിവരങ്ങൾ അറിയാവുന്നവർ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ശരിക്കും നമ്മുടെ പക്ക കല്ലുമ്മക്കായ പ്രിപ്പയർ ചെയ്യുന്ന അതേ രീതിയിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവസാനം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് എല്ലാ ക്ലീനിങ് പരിപാടികൾക്കും അവസാനം നമുക്ക് ഇട്ടിരിക്കുന്നത് ഇത്രയും മാംസം കേട്ടോ. ഇതൊരു 250 ഗ്രാം, ഒരു 1/4 കിലോ ഉണ്ടാവും. അതാ ഇത്രയും ഹെവി സാധനത്തിൻ്റെ അകത്തുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായി, ഞാനിത് ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നാളെ കാണാം. ഓക്കെ. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പരിപാടികളുടെ ബാക്കി ഇന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായി. ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയെന്ന്. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ദേ മൊത്തം 250 ഗ്രാം കക്കയെ നമുക്ക് ഇട്ടിരിക്കുന്നത്. ചിലതിനൊക്കെ നല്ല വലിപ്പമുണ്ട് കണ്ടോ. ഇതിനൊക്കെ അത്യാവശ്യം നല്ല മാംസമുണ്ട് കണ്ടോ. ശരിക്കും ക്ലീനാക്കി വച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ചേരുവകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഓരോന്നിട്ട് ഇടുമ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഭംഗിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഞാൻ ആദ്യം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ആദ്യം ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന മാൻഗ്രൂവ് ക്ലാം ആണെങ്കിലും
തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ കല്ലുമ്മക്കായയുടെ സെയിം റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ള കല്ലുമ്മക്കായയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കുന്ന ലേഖയുടെ അമ്മയാണ്. ആ സെയിം റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ, അടിപൊളി റെസിപ്പിയാണ്. സോ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണ്ടേ. കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടും കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടാൻ പോകുന്ന ഒരു അത്യാവശ്യം വലിയ സവാള ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇത് ഇളക്കിയിട്ട് ഈ സവാള ഒന്ന് ട്രാൻസ്പാരൻ്റ് ആകുന്നത് വരെ, ആ കരികരിപ്പൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് അതിൻ്റെ കരികരിപ്പൊക്കെ മാറി ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി, ഒരു മീഡിയം തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട, ഇത് വെന്ത് വരുന്നത് വരെ ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. അതേസമയം ഞാൻ ചെറിയൊരു പാൻ മറ്റൊരു സ്റ്റൗവിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചെറിയൊരു പരിപാടി എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലേക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇടാൻ പോകുന്ന 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ പെരുംജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കണ്ടേ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇടലേക്ക് കരിഞ്ഞു പോവേ. അപ്പോൾ ഈ മസാല മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതിനെ നമ്മുടെ സവാള മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക കേട്ടോ. നമ്മുടെ കക്കയുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മുടെ കക്ക, അല്ലെങ്കിൽ കല്ലുമ്മക്കായ എന്നുകൊണ്ട് പറയാം കേട്ടോ, എനിക്കിതിൻ്റെ പേര് ശരിക്കും അറിയില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. മിക്സ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ കക്കയിലിപ്പോൾ മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓർക്കേണ്ടത്, ഈ കക്ക, ചിപ്പി തുടങ്ങിയ സാധനങ്ങൾക്ക് നല്ല വേവുണ്ട്. കുറേ സമയം വേവിക്കേണ്ടി വരും നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ. ഇതിപ്പോൾ നമ്മളൊന്ന് കുക്ക് ചെയ്ത് ആ തോടിളക്കിയ സമയത്ത് കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് നാടി കൊടുക്കുക കേട്ടോ, കുറച്ച് മതി. മിക്സ് ചെയ്തിട്ട് ഈ മസാലയിൽ ഇരുന്നതൊന്ന് വേവണം കേട്ടോ. ഞാനൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വേവാൻ വെക്കുകയാണ്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ വേവിച്ചിട്ടുണ്ടേ. ഇടയ്ക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. വെള്ളം നോക്കി ആവശ്യം ഒഴിച്ചു കൊടുക്കുക. അല്പം ഗ്രേവിയുള്ള ടൈപ്പിലായിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇല്ല എങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല യമ്മി ലുക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിന് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് കൊടുക്കണ്ടേ. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണേ. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാൻഗ്രൂവ് ക്ലാം റോസ്റ്റ് റെഡിയാണ്. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇതെന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ
ഞാനൊരു കുഞ്ഞ് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും ഈ വിഭവം എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, കിട്ടിയിട്ടില്ല എങ്കിൽ സാധാ കല്ലുമ്മക്കായോ കക്കയോ കൊണ്ട് സെയിം പ്രിപ്പറേഷൻ ചെയ്ത് നോക്കാം. സോ ഈ ഒരു വെറൈറ്റി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സലീസ്.